ഹലോ എവരിവൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ പാത്ത് IAS. അപ്പോൾ നമ്മൾ ജോഗ്രഫിയാണ് നോക്കുന്നത്. ജോഗ്രഫിയിൽ നമ്മൾ സോളാർ സിസ്റ്റം എന്നൊരു ടോപ്പിക് വെച്ച് തുടങ്ങിയിരുന്നു. സോളാർ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്ലാനറ്റ്സിനെ, അതായത് സൂര്യന് ചുറ്റും വരം വയ്ക്കുന്ന പ്ലാനറ്റ്സിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? ഇന്നർ പ്ലാനറ്റ്സും ഔട്ടർ പ്ലാനറ്റ്സും. അപ്പോൾ ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുണ്ട്. ആസ്ട്രോയിഡ് ബെൽറ്റിനെയും സണ്ണിനിടയിൽ വരുന്ന 4 പ്ലാനറ്റ്സ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, അവരാണ് ഇന്നർ പ്ലാനറ്റ്. നേരെ മറിച്ച് ആസ്ട്രോയിഡിന് പുറത്ത് വരുന്ന ആൾക്കാർ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, അവരാണ് നമ്മുടെ ഔട്ടർ പ്ലാനറ്റ്സ്. എന്നിട്ട് നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് നമ്മൾ എന്താണ് മെർക്കുറി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മെർക്കുറിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ പ്ലാനറ്റിലേക്ക് പോവുകയാണ്. മെർക്കുറി കഴിഞ്ഞ് രണ്ടാമത്തെ ആളാരാണ്? വീനസ്. ഓക്കെ, വീനസ് എന്ന് പറഞ്ഞ പ്ലാനറ്റിനെ പറ്റി നമുക്ക് നോക്കാം. വീനസ് നോക്കുക. വീനസ് ഈസ് ദി ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്, അതായത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും വെളിച്ചം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്ലാനറ്റാണ് വീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും കൂടുതൽ സൂര്യൻ്റെ അടുത്ത് കിടക്കുന്ന ആൾ മെർക്കുറി, ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൾ. പക്ഷെ മെർക്കുറിയേക്കാൾ ബ്രൈറ്റ് ആയിരിക്കും വീനസ്. എന്തുകൊണ്ട് നമുക്ക് നോക്കാം. വീനസ് ഈസ് ദി തേർഡ് ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റ്. സോളാർ സിസ്റ്റത്തിൽ നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ, ഓക്കെ, ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന മൂന്നാമത്തെ ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് ആണെന്ത്? വീനസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ 2 ആൾക്കാരായിരിക്കും. ഒന്നാമത്തെ ആൾ ഓഫ് കോഴ്സ് സൂര്യൻ, രണ്ടാമത്തെ ആൾ ഓഫ് കോഴ്സ് ആരാ? ചന്ദ്രൻ. അപ്പോൾ സണ്ണിനെയും മൂണിനെയും ശേഷം ഭൂമിയിൽ നിന്ന് കാണാവുന്ന ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയ ഒബ്ജക്റ്റ് ആണെന്ത്? വീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കുക, ആൻഡ് ഇറ്റ് ഇസ് ദ തേർഡ് ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് വിസിബിൾ ഫ്രം എർത്ത് ആഫ്റ്റർ സൺ ആൻഡ് മൂൺ. അതാണ് വീനസ്. It is the brightest among the planets because it has highest albedo. പുതിയൊരു വാക്കായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഹയസ്റ്റ് ആൽബഡോ ഡ്യൂ ടു ദി ഹൈലി റിഫ്ലക്റ്റീവ് സൾഫ്യൂരിക് ആസിഡ് ദാറ്റ് കവേഴ്സ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ. ആൽബഡോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൂര്യപ്രകാശം എർത്തിലേക്ക് വന്ന് വീഴുന്നു എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഞാൻ എർത്തിൻ്റെ കേസിൽ പറയാം, അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ആൽബഡോ എന്ന് പറഞ്ഞ സംഭവം, സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ റേസ് ഇങ്ങനെ എർത്തിലേക്ക് വന്ന് വീഴുകയാണ്. ആ എർത്തിലേക്ക് വന്നു വീഴുന്ന സൺറേസിൽ എത്ര എമൗണ്ട് തിരിച്ച് റിഫ്ലക്റ്റഡ് ആയി പോകുന്നുണ്ട് എന്ന് പറയുന്നതാണ് ആൽബഡോ. വരുന്ന സൺറേസിൽ എത്ര എമൗണ്ട് എർത്തിൽ നിന്ന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറയുന്നതാണ് ആൽബഡോ. അപ്പോൾ അതാണ് എർത്തിൻ്റെ ആൽബഡോ. അപ്പോൾ വീനസിൻ്റെ ആൽബഡോ എന്ന് പറഞ്ഞാൽ എന്താ? വീനസിലേക്ക് വരുന്ന സൺറേസിൽ എത്രത്തോളം തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറയുന്നതാണ് ആൽബഡോ. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചിലപ്പോൾ പറയും ഈ ചൂട് കാലത്ത് കറുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് പറയും, വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ പറയും. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ എന്താ ഉണ്ടാവുക? ഈ കറുപ്പ കളറിന് അല്ലെങ്കിൽ കറുത്ത കളറിന് ബേസിക്കലി ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്ത് ഇറങ്ങുമ്പോൾ ഈ വരുന്ന ചൂടിനെ എന്ത് ചെയ്യും? ഇത് അബ്സോർബ് ചെയ്യും. ഇത് അബ്സോർബ് ചെയ്യുമ്പോൾ എന്താവും? ഇത് ചൂടാവും, അപ്പം നമ്മളും ചൂടാവും. നേരെ മറിച്ച് വൈറ്റ് കളർ ആണെങ്കിൽ വരുന്നതിന് അബ്സോർബ് ചെയ്യില്ല, തിരിച്ചു വിടും, റിഫ്ലക്റ്റ് ചെയ്ത് വിടും. അപ്പോൾ ആൽബഡോ എന്ന് പറയുന്ന സംഭവം ബേസിക്കലി വൈറ്റ് കളറിന് ഇത്തിരി കൂടുതലാണ്. ഞാനൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ പറഞ്ഞാൽ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ആൽബഡോ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് റേസ് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക്. വൈറ്റ് കളറാണെങ്കിൽ, ലൈറ്റ് കളറാണെങ്കിൽ കൂടുതലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വീടുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ചൂടുകാലം ആകുമ്പോൾ ചിലപ്പോൾ വീടിന് മുകളിൽ നമ്മുടെ വൈറ്റ് കോട്ടിംഗ് ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്തുകൊണ്ടാണ്? അത് അടിച്ചു കഴിഞ്ഞാൽ വൈറ്റ് കളർ അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യില്ല, തിരിച്ചു വിടും. അബ്സോർബ് ചെയ്താലേ ചൂടാവുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഹാസ് ദി ഹയസ്റ്റ് ആൽബഡോ. എന്തുകൊണ്ടാണ് വീനസ് ഇത്ര ആൽബഡോ? എന്തുകൊണ്ടാണ് വീനസ് ഈ പറയുന്ന സൺറൈസിന് ഇത്രയും നന്നായിട്ട് റിഫ്ലക്ട് ചെയ്ത് വിടുന്നത്? കാരണം വീനസിന്റെ അറ്റ്മോസ്ഫിയറിൽ ദർ ഈസ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ അംശമുണ്ട്. ഈ സൾഫ്യൂരിക് ആസിഡിന്റെ അംശം എന്ത് ചെയ്യും? ഇതിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വിടും. സോ ഇറ്റ് ഹാവ് റിഫ്ലക്റ്റീവ് സൾഫ്യൂരിക് ആസിഡ് ദാറ്റ് കവേഴ്സ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഈസ് സംടൈംസ് വിസിബിൾ ടു ദി നേക്കഡ് ഐ ഇൻ ദി ബ്രോഡ് ഡേ ലൈറ്റ്. ചില സമയങ്ങളിൽ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വീനസിനെ നമുക്ക് പകൽ വെളിച്ചത്തും കാണാൻ പറ്റും. അത്രയും ബ്രൈറ്റ് ആണെന്നാണ് പറയുന്നത് വീനസ്. എന്താണ് ബ്രൈറ്റ്നസിന് കാരണം? ഹൈ ആൽബഡോ. എന്താണ് ആൽബഡോ? എമൗണ്ട് ഓഫ് സൺറൈസ് ദാറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ബാക്ക്. എന്തുകൊണ്ടാണ് വീനസിന് ആൽബഡോ കൂടുതൽ? വീനസിന്റെ അറ്റ്മോസ്ഫിയറിൽ സൾഫ്യൂരിക് ആസിഡ് ഉള്ളതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ വീനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദി ബ്രൈറ്റസ്റ്റ് അമംഗ് ദി പ്ലാനറ്റ്സ്. നോക്കുക, വീനസിനെ പറ്റി കുറച്ചുകൂടി കൂടുതൽ പോയിന്റ്സ് നമുക്ക് നോക്കാം. 1-2 പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാ നോക്കാം. Venus is sometimes called Earth's sister planet or Earth's twin because of their similar size, mass and proximity to sun. വീനസിനെ നമ്മൾ എർത്തിൻ്റെ ഇരട്ട അല്ലെങ്കിൽ എർത്തിൻ്റെ സഹോദരി എന്നൊക്കെ പറയും. കാരണം വീനസും എർത്തും തമ്മിൽ ഏകദേശം ഒരേ വലിപ്പമാണ്, ഏകദേശം ഒരേ ദൂരമാണ് സൂര്യനിൽ നിന്ന്, ഏകദേശം ഒരേ മാസമാണ്.
എക്സാക്ട്ലി അല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. കമ്പയർ ടു മറ്റ് പ്ലാനറ്റ്സ് വെച്ച് നോക്കുമ്പോൾ എർത്തിനും വീനസിനും കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. എങ്ങനെ? സൈസിൽ, അതേപോലെ തന്നെ മാസിൽ, അതേപോലെ തന്നെ സൂര്യനുമായുള്ള അകലത്തിൽ. അതുകൊണ്ട് എർത്തിന്റെ നമ്മൾ വീനസിന് എന്ത് പറയും? വീനസ് ഈസ് ഓഫൺ കോൾഡ് ആസ് ദി ട്വിൻ ഓഫ് എർത്ത്. എർത്തിന്റെ ട്വിൻ എന്നറിയപ്പെടും, അല്ലെങ്കിൽ എർത്തിന്റെ സിസ്റ്റർ പ്ലാനറ്റ് എന്ന് അറിയപ്പെടും ആര്? വീനസ്. Venus have a thick atmosphere of about 96% carbon dioxide covered with clouds of highly reflective sulfuric acid. ഓൾറെഡി നമ്മൾ പറഞ്ഞു സൾഫ്യൂരിക് ആസിഡ് ഉണ്ടെന്ന്. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ വീനസിന്റെ അറ്റ്മോസ്ഫിയറിൽ എന്താ? കാർബൺ ഡയോക്സൈഡ്. 96% വീനസിന്റെ അറ്റ്മോസ്ഫിയറിൽ എന്താ? കാർബൺ ഡയോക്സൈഡ്. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസ് ഏതാ? നൈട്രജൻ അല്ലേ? നൈട്രജൻ ആണെന്ന് പറയാം. നൈട്രജൻ ഓൾമോസ്റ്റ് 78%, 78% നൈട്രജനാണ്. പക്ഷേ വീനസിൽ നോക്കിയാൽ 96% എന്താ? കാർബൺ ഡയോക്സൈഡ് ആണ്. വീനസ് ഈസ് ബൈ ഫാർ ദി ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. അപ്പോൾ വീനസ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റസ്റ്റ് മാത്രമല്ല, ഹോട്ടസ്റ്റുമാണ്. ഏറ്റവും ടെമ്പറേച്ചർ കൂടുതൽ എവിടെയാ? വീനസിലാണ്. മെർക്കുറിയ സൂര്യൻ അടുത്ത് കിടക്കുന്നത്. മെർക്കുറിയും വെട്ടിക്കുമാര്? വീനസ്. എന്തുകൊണ്ടാ? ഈവൻ ദോ മെർക്കുറി ഈസ് ക്ലോസർ ടു ദി സൺ, ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഗ്രീൻ ഹൗസ് എഫക്ട് അറൈസിംഗ് ഫ്രം ദി ഹൈ കോൺസെൻട്രേഷൻസ് ഓഫ് CO2 ആൻഡ് തിക് അറ്റ്മോസ്ഫിയർ. മറ്റൊരു വാക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഗ്രീൻ ഹൗസ് എഫക്ട്. ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വരുന്ന സൺ റേഡിയേഷൻ ഭൂമിയെ ചൂടാക്കുന്നു. ഭൂമി ഒരുപാട് ചൂടാവാതെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ എക്സ്ട്രാ ഹീറ്റിനെ ഭൂമി പുറം തള്ളിക്കൊണ്ടാണ്. അങ്ങനെ ഭൂമി പുറത്തേക്ക് ആ എക്സ്ട്രാ ഹീറ്റിനെ തള്ളുമ്പോൾ ആ ഹീറ്റിനെ പുറത്തേക്ക് വിടാതെ ഭൂമിയിൽ തന്നെ പിടിച്ചു നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടി വരും. അതാണ് ഏറ്റവും സിമ്പിൾ ഭാഷയിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാർബൺ ഡയോക്സൈഡ് നമ്മളൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എയർ പൊല്യൂഷൻ കാരണം ആണ് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നടക്കുന്നത്. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടികളിൽ നിന്ന്, ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ഈ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ കൂടി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഭൂമി തണുക്കുവാൻ വേണ്ടി വന്ന അബ്സോർബ് ചെയ്ത ഹീറ്റിനെ പുറം തള്ളുമ്പോൾ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും? പുറത്തേക്ക് കടത്തിവിടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടി വരും. ഇപ്പോൾ നമുക്ക് ചൂടൊക്കെ ഭയങ്കര കൂടുതലായി തോന്നുന്നു, അല്ലെങ്കിൽ ചില വർഷത്തേക്കാളും കൂടുതൽ ചൂട് ഈ വർഷം ഉണ്ടായെന്നൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണ്? അതിനൊന്നാമത്തെ കാരണം ഈ പറയുന്ന പൊല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വരുന്നു, ഗ്ലോബൽ വാർമിംഗ് വരുന്നു. നമ്മുടെ എർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു അംശം മാത്രമേ കാർബൺ ഡയോക്സൈഡ് ഉള്ളൂ, എന്നിട്ട് തന്നെ ഇത്ര ചൂട് കൂടുകയാണ്. വീനസിൽ നോക്കി 96% കാർബൺ ഡയോക്സൈഡാണ്. 96% കാർബൺ ഡയോക്സൈഡ് പുറത്ത് ടെമ്പറേച്ചർ എത്ര ഉണ്ടാവും? അതായത് എന്താ കാർബൺ ഡയോക്സൈഡ് ചെയ്യുക? വരുന്ന സൺറൈസ് ഉണ്ടല്ലോ, വീനസിലേക്ക് വരുന്ന സൺറൈസ് വീനസിനെ ചൂടാക്കും. വീനസിന്റെ ആ സർഫസ്, ആ സൺറൈസിനെ പുറന്തള്ളാൻ നോക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്ത് കടത്തി വിടില്ല. അപ്പോൾ വീനസ് എന്താവും? ടെമ്പറേച്ചർ കൂടി വരും. അപ്പോൾ വീനസ് അങ്ങനെ എന്തായി? ഹോട്ടസ്റ്റ് പ്ലാനറ്റായി. വീനസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എ ഡേ ഓൺ വീനസ് ഈസ് ഈക്വലൻ ടു 243 എർത്ത് ഡേയ്സ് ആൻഡ് ലാസ്റ്റ് ലോങ്ങർ ദാൻ ഇറ്റ്സ് ഇയർ 224 ഡേയ്സ്. നമുക്ക് എർത്തിൽ നമ്മളെ എപ്പോഴാണ് ഒരു ദിവസം എന്നൊരു കൺസിഡറേഷൻ വരുന്നത്? എർത്ത് ഒരു പ്രാവശ്യം ഒരു വട്ടം കറങ്ങി വരുമ്പോഴാണെന്ത്? ഒരു ദിവസം അല്ലെ? ഭൂമി ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരുമ്പോഴാണെന്ത്? ഒരു ദിവസമായി കണക്കാക്കുന്നത്. നമ്മൾ എപ്പോഴാണ് ഒരു വർഷം കണക്കാക്കുന്നത്? എർത്ത് സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കാണിച്ച പോലെ ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി സൂര്യന് ചുറ്റുമുള്ള ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴാണെന്ത്? ഒരു വർഷമാവുന്നത്. നമ്മൾ റൊട്ടേഷൻ റെവല്യൂഷൻ വേറെ ആയിട്ട് നമ്മൾ വേറൊരു എപ്പിസോഡിൽ പഠിക്കും. തൽക്കാലത്തിൽ ഇത്രയും മനസ്സിലാക്കുക. ഭൂമി നിന്ന് കറങ്ങുന്ന എടുക്കുന്ന സമയമാണ് ഒരു ദിവസം. ഭൂമി ഒരു പ്രാവശ്യം സൂര്യന് വലം വെച്ച് വരുന്നതാണെന്ത്? ഒരു വർഷം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? 24 മണിക്കൂർ. ഒരു വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 365 ദിവസം. അതായത് ഭൂമി ഒരു പ്രാവശ്യം കറങ്ങുന്നതിനേക്കാൾ 365 ഇരട്ടി സമയം വേണം ഭൂമിക്ക് ഒരു പ്രാവശ്യം വലം വെച്ച് വരാൻ. അതാണ് അർത്ഥം. പക്ഷെ വീനസിന്റെ കാര്യത്തിൽ കണ്ടോ, വീനസിന് ഒരു പ്രാവശ്യം കറങ്ങുവാനായിട്ട് 243 ദിവസം വേണം. അതായത് നമ്മുടെ എർത്തിലെ 243 ദിവസം വേണം. നേരെ മറിച്ച് സൂര്യന് ചുറ്റും ഒരു റൗണ്ട് അടിച്ച് വരാനായിട്ട് വീനസിന് 224 ദിവസം മതി. അതായത് വീനസിലെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിലെ 243 ദിവസവും, വീനസിലെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിലെ 224 വർഷമാണ്. അതായത് വീനസ് ഒരു പ്രാവശ്യം കറങ്ങാൻ, സൂര്യന് ചുറ്റും വട്ടം വയ്ക്കാൻ എടുക്കുന്ന സമയം അതിനേക്കാൾ കൂടുതൽ വേണം വീനസിന് ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങാനായിട്ട്. അതാണ് വീനസിന്റെ പ്രത്യേകത. സോ വീനസ് മാത്രമാണ് അത്തരത്തിലുള്ളത്. എന്ത്? എ ടൈം ടേക്കൺ ഫോർ 1 റെവല്യൂഷൻ അറൌണ്ട് ദി സൺ ഈസ് ലെസ് ദാൻ 1 റൊട്ടേഷൻ എന്ന രീതിയിൽ. അത് വീനസിന്റെ പ്രത്യേകതയാണ്. ദെൻ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വീനസ് ഇറ്റ് റൊട്ടേറ്റ്സ് in the opposite direction to most other planets.
നമ്മുടെ ഒട്ടുമിക്ക പ്ലാനറ്റ്സും കറങ്ങുന്നത്, എർത്ത് അടക്കമുള്ള പ്ലാനറ്റ്സ് കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ എന്താ? ക്ലോക്ക് കറങ്ങുന്നത് ഇങ്ങനെയാണ്, ക്ലോക്കിന് ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, ക്ലോക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് കറങ്ങുന്നതാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ വീനസ് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് ആണ്. എർത്ത് കറങ്ങുന്ന പോലെയല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് വലം വയ്ക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രത്യേകത ആർക്കുള്ളത്? വീനസിനുള്ളത്. അപ്പോൾ വീനസിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാണ്. മെർക്കുറി കഴിഞ്ഞാൽ രണ്ടാമത്തെ മേജർ പ്ലാനറ്റ് ആണെന്ത്? വീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മെർക്കുറി കഴിഞ്ഞാൽ രണ്ടാമത്തെ മേജർ പ്ലാനറ്റ് ആണ് വീനസ്. ആൻഡ് വീനസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാ? ഒന്ന്, ബ്രൈറ്റസ്റ്റ് ഒബ്ജക്ട് അല്ലെങ്കിൽ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്. എർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന മൂന്നാമത്തെ ബ്രൈറ്റസ്റ്റ് ഒബ്ജക്ട്. എന്തുകൊണ്ടാണ്? വീനസിൽ സൾഫ്യൂരിക് ആസിഡിന്റെ അംശമുള്ളതുകൊണ്ട് ആൽബഡോ കൂടുതലാണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? വീനസിനെ എർത്തിന്റെ സിസ്റ്റർ പ്ലാനറ്റ്, എർത്തിന്റെ ട്വിൻ പ്ലാനറ്റ് എന്ന് വിളിക്കും. കാരണം എന്താ? എർത്തിന്റെ സൈസ് മാസുമായിട്ടൊക്കെ സിമിലർ ആണെന്ത്? വീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ വീനസിന്റെ അറ്റ്മോസ്ഫിയറിൽ നോക്കി കഴിഞ്ഞാൽ 96% ഓഫ് ദി കാർബൺ ഉണ്ട്. 96% കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുകൊണ്ട് വീനസിലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം ടെമ്പറേച്ചർ കൂടുതലാണ്. വീനസ് ഇസ് ദി ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. ദെൻ വീനസിന്റെ ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതലാണ്. അതേപോലെ വീനസ് മറ്റ് പ്ലാനറ്റ്സിനെ പോലെ ക്ലോക്ക് വൈസ് അല്ല, ആന്റി ക്ലോക്ക് വൈസ് അല്ല കറങ്ങുന്നത്. വീനസ് കറങ്ങുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വീനസിനെ പറ്റി ഓർത്തു വയ്ക്കണം. അപ്പോൾ വീനസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് എർത്താണ്. എർത്ത് നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് എർത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കും. നമ്മൾ എർത്തിനെ നമുക്ക് തൽക്കാലം വിടാം. എർത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ആളെ പിടിക്കാം. അടുത്ത ആളാണ് ആര്? മാർസ്. എർത്ത് കഴിഞ്ഞാൽ വരുന്നതാണ് മാർസ് എന്ന് പറയുന്നത്. ഇന്ത്യ മാർസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മിഷൻ പോയിരുന്നു. അതിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഓർമ്മയിലേ ഒന്ന് കണ്ടുപിടിക്കണേ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, മംഗൾയാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാർസിനെ പറ്റി പഠിക്കാനായിട്ട് മാർസ് ഓർബിറ്റർ മിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം മാർസിനെ പറ്റി. മാർസിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. മാർസ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ് പ്ലാനറ്റ്. റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കും. കാരണം മാർസിന് ഒരു ചുവന്ന നിറമുണ്ട്, റെഡ് കളറിലാണ്. നിങ്ങൾ ഈ മംഗൾയാൻ്റെ ഒക്കെ ഒരു അനിമേഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ മാർസിനെ ചുവന്ന് കാണിച്ചിരിക്കുന്ന കാണാം. മാർസിന് ഈ ചുവന്ന നിറം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസിൻ്റെ സർഫസിൽ വി ഹാവ് ലോട്ട് ഓഫ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡിന് ഒരു റെഡ് കളറാണ്. ഈ അയൺ ഓക്സൈഡിൻ്റെ അംശം മാർസിൻ്റെ സർഫസിൽ കൂടുതലായതുകൊണ്ട് മാർസിനെ നമുക്ക് ചുവന്ന നിറത്തിൽ കാണാൻ പറ്റും. സോ മാർസ് ഈസ് ഓൾസോ കോൾഡ് ആസ് റെഡ് പ്ലാനറ്റ്. അല്ലേ, നമ്മൾ ഈ അയൺ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് കണ്ടാവല്ലോ, അയൺ തുരുമ്പ് പിടിക്കുന്നത്. അയൺ തുരുമ്പ് പിടിക്കുന്നത് എന്താ? അയൺ ഓക്സൈഡായി മാറുന്നതാണ്. അപ്പോൾ അതിനൊരു ചുവന്ന ബ്രൗൺ കളർ വരികയല്ലേ ചെയ്യുക. സോ ബേസിക്കലി അതേപോലെ തന്നെ മാർസിനെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കും. റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കാൻ കാരണം മാർസ് റെഡ് കളർ ഉണ്ട്. എന്താണ് കാരണം? മാർസിന്റെ സർഫസിൽ വി ഹാവ് ലോട്ട് ഓഫ് അയൺ ഓക്സൈഡ്. Mars has a thin atmosphere and has surface features ranging from impact craters of the moon and the valleys, deserts, polar ice caps of Earth. മാർസിന് ഒരു ചെറിയ അറ്റ്മോസ്ഫിയർ, തിക്നെസ് വളരെ ചെറിയ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ മാർസിന്റെ ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഒന്ന്, ഇമ്പാക്ട് ക്രേറ്റേഴ്സ്. എന്താണ് ഇമ്പാക്ട് ക്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പാക്ട് ക്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സെലസ്റ്റിയൽ ബോഡി, മേ ബി ഉൽക്ക, മീറ്ററോയിഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഈ ഉൽക്ക പോലുള്ള വസ്തുക്കളൊക്കെ വന്ന് വീണിട്ടുള്ള കുഴികൾ മാർസിൽ ധാരാളം ഫോം ചെയ്തിട്ടുണ്ട്. ഉൽക്ക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം വന്നിട്ട് വീഴുമ്പോൾ അവിടെ ഒരു കുഴിയായി മാറും. ആ കുഴികൾ, ഇമ്പാക്ട് ക്രേറ്റേഴ്സ് നമുക്ക് മാർസിൽ കാണാം. ദെൻ വാലീസ് കാണാം. ഡെസേർട്സ്, എർത്തിനെ പോലെ മരുഭൂമികൾ പോലെ ഡെസേർട്സ് കാണാം. അതേപോലെ എർത്തിന്റെ പോളാർ റീജിയൻ, ആർട്ടിക് അന്റാർട്ടിക് റീജിയനിലൊക്കെ ഐസ് മൂടി കിടക്കും, നമുക്കറിയാലോ. അതേപോലെ ടെമ്പറേച്ചർ കുറച്ച് സ്ഥലത്ത് ചെറിയ പോളാർ ഐസ് ക്യാപ്സും കാണാം. അപ്പോൾ ബേസിക്കലി മാർസിൽ വെള്ളത്തിന് സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ മിഷൻ വിട്ടിരിക്കുന്നത്. അപ്പോൾ മംഗൾയാനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് വായിച്ചോളൂ. കുറച്ച് വിവരം, ലൈക്ക് അതിനെപ്പറ്റി എന്താണ് മിഷൻ, എന്താണ് ISR അതുവഴി നേടിയത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെച്ചോളൂ. അതിൽ നമുക്ക് കുറച്ച് ലാൻഡർ, റോവർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് വായിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, സോ എന്താണ് മാർസ് മിഷൻ എന്ന് വായിക്കണേ. സോ ഇതാണ് മാർസ്. ദെൻ മാർസ് ഹാസ് 2 irregularly shaped moons, ഫോബോസ് ആൻഡ് ഡീമോസ്. നമുക്ക് എർത്തിലൊരു മൂണില്ലേ, ചന്ദ്രൻ എന്ന് പറയുന്ന എർത്തിലെ മൂൺ പോലെ മാർസിന് മുണ്ട് 2 ആൾക്കാർ. അതായത് മാർസിനെ ചുറ്റും കറങ്ങുന്ന ആൾക്കാർ. എർത്തിന്റെ മൂൺ എർത്തിന് ചുറ്റും കറങ്ങുന്ന പോലെ മാർസ് ചുറ്റും കറങ്ങുന്ന 2 മൂൺസ് ഉണ്ട്. ഒന്ന് ഫോബോസ്, മറ്റൊന്ന് ഡീമോസ്. അപ്പൊ ഫോബോസ് ഡീമോസ് പറഞ്ഞാൽ എന്താ? മാർസിന്റെ 2 മൂൺസ് ആണ് ഫോബോസ് ആൻഡ് ഡീമോസ്. ദ പീരീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് മാർസ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എർത്ത്. അതായത് എർത്ത് കറങ്ങാൻ എടുക്കുന്ന 24 മണിക്കൂർ പോലെ തന്നെ അതിനൊക്കെ കുറച്ച് കൂടുതൽ മാത്രമാണ് മാർസ് ഉള്ളത്. അപ്പോൾ മാർസിന്റെ പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എർത്തിന് സിമിലർ ആണ്. അപ്പോൾ മാർസിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റീകളക്ട് ചെയ്ത് എന്തൊക്കെയാ? മാർസിനെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്? മാർസിന്റെ സർഫസിന് റെഡ് കളർ ഉണ്ട്. എന്തുകൊണ്ടാണ്? അതിൽ അയൺ ഓക്സൈഡ് ഉള്ളത് കൊണ്ട്. ദെൻ മാർസിന്റെ ചെറിയൊരു അറ്റ്മോസ്ഫിയർ ആണ് മാർസിനുള്ളത്.
മാർസിൽ നമുക്ക് മാർസിന്റെ സർഫസിൽ നമുക്ക് ഇമ്പാക്ട് ക്രേറ്റേഴ്സ് കാണാം, മറ്റ് വസ്തുക്കളിൽ നിന്നുള്ള ഇമ്പാക്ട് ക്രേറ്റേഴ്സ് കാണാം, വാലീസ് കാണാം, ഡെസേർട്സ് കാണാം, പോളാർ ഐസ് ക്യാപ്സ് കാണാം. മാർസിന് 2 ഇറഗുലർ ഷേപ്ഡ് മൂൺസ് ഉണ്ട്. എന്തൊക്കെയാ? ഫോബോസും ഡീമോസും. ദെൻ എർത്തിന്റെ റൊട്ടേഷന്റെ സിമിലർ ആണ് മാർസിന്റെ റൊട്ടേഷൻ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ള ഇന്നർ പ്ലാനറ്റ്സ്. ഏതൊക്കെയാ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. എർത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. എർത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഈ പറയുന്ന സോളർ സിസ്റ്റം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത്. അടുത്ത എപ്പിസോഡിൽ വിൽ സ്റ്റാർട്ട് വിത്ത് ഔട്ടർ പ്ലാനറ്റ്സ്. താങ്ക് യു.